हल्लेलुया, हल्लेलुया, हल्लेलुया करके आप लोग पहले कभी भी सुना है क्या? ये हल्लेलुया का मतलब क्या है, इसका अर्थ क्या है करके आप लोगों से बातें करने के लिए अभी आ रहा है पास्टर पी अदरूबन। उसके जरिए इसके मतलब, इसका अर्थ, इसके द्वारा जो क्या आशीष होता है उसके बारे में अब आप लोग सुनेंगे। ഹല്ലേലൂയ. രാജകോലാഹലം, ഗംഭീരനാദം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് വിശദീകരിക്കാമോ എന്ന് പലർ ഫോണിൽ കൂടി സംസാരിച്ചു. राजा कोलाहल जो गंभीर शब्द क्या है इसके बारे में थोड़ा बयान करके बोल सकता है क्या? कई लोग सवाल उठाया। അഖില ലോക സൃഷ്ടികർത്താവായ മഹാരാജാവ് എഴുന്നള്ളിപ്പിൽ ഉണ്ടാകുന്ന ഒരു ഘോഷമാണ്. सारे दुनिया का सृष्टिकर्ता परमेश्वर का जो आमद है, उस समय जो धूमधाम से प्रभु यीशु मसीह आ रहा है उसके बारे में है राजा कोलाहल करके कहा गए. ബൈബിളിൽ ഗംഭീരനാദം എന്നുള്ള പദം നമ്മൾ വായിച്ചിട്ടുണ്ട്. परमेश्वर के वचन में जो गंभीर ध्वनि करके हम लोग पढ़ा है, അതിന് തന്നെ മറ്റൊരു ഭാഷയിൽ രാജകോലാഹലം എന്ന് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. वो भी दूसरे भाषा में राजा कोलाहल करके अगले एपिसोड में बताए थे. प्रियो, രാജ്യങ്ങളിലെ ഉന്നത അധിപതികൾ, देश के उन्नत अधिकारी लोग, അവർ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളുമ്പോൾ, वो कोई भी खास बात के लिए जब आना होगा तो പ്രൗഢഗംഭീരമായ ആഘോഷങ്ങൾ ഉണ്ടാകും. बहुत धूमधाम से वो लोग आ रहा है. വാദ്യഘോഷങ്ങൾ ഉണ്ടാകും. उसमें बहुत म्यूजिक बजाए जाते हैं. സംഗീത ഉപകരണങ്ങളോടൊപ്പം ആഘോഷിക്കും. सारे म्यूजिक उनके ऊपर उसके ऊपर इस्तेमाल करता है. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ട്രംപറ്റിന്റെ നല്ല ശ്രുതിമനോഹരമായ നാദം കേൾക്കുവാൻ കഴിയും. वहां पर ट्रम्पेट का इस्तेमाल करके बहुत अच्छे संगीत सुनाई देता है. വിവിധ നിലയിലുള്ള വെടിമരുന്ന് ഉപയോഗം ഉണ്ടാകും. പടക്കം പൊട്ടിക്കും. कई प्रकार की जो पटकड़ाएं वहां पर फोड़ दिया जाएगा. ഇത് രാജ്യത്തിന്റെ അഭിമാനമായിട്ടാണ് ചെയ്യുന്നത്. इस देश का गर्व के बारे में इस बात को दिखाता है. മറ്റൊരു രാജ്യത്തിലെ രാജാവോ പ്രൈം മിനിസ്റ്ററോ ഒരു രാജ്യത്തിൽ വന്നാൽ, दूसरा एक देश का प्रधानमंत्री या प्रेसिडेंट कोई भी इस देश में अगर आएगा तो വിവിധ നിലകളിലാണ് ഓരോ രാജ്യങ്ങൾ അവരെ വരവേൽക്കുന്നത്. कई रीति से उनका स्वीकार करते हैं. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി കാണിക്കുവാൻ വേണ്ടി അവരുടെ ആദരണീയമായ ആഡംബരമായ ആഘോഷങ്ങൾ ഉണ്ടാകും. राज्य का, देश का जो गर्व को दिखाने के लिए कई प्रकार की धूमधाम से उनको स्वीकार करेंगे. രാജ്യത്തിലെ സൈന്യ വ്യൂഹങ്ങൾ അതിന്റെ തലവന്മാർ അണിനിരക്കും. सेना व्यूह उसके लिए वहां पर प्रकट होता है. ഇത് മഹാസത്യമാണ്. ये एक सच्चाई है. എന്നാൽ ഇതാ സ്വർഗീയ മഹാരാജാവ് എഴുന്നള്ളുകയാണ്. लेकिन हमारा स्वर्गीय महाराजा अभी आ रहा है. മുഴുവൻ രാജ്യങ്ങൾക്കും രാജാതി രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. सारे दुनिया का महाराजा है प्रभु यीशु मसीह. ആ രാജാവിന്റെ സ്വർഗീയ എഴുന്നള്ളത്തിനെയാണ് ഇവിടെ ഗംഭീരനാദം, മഹാനാദം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. उस महाराजा का जो आमद है उसके बारे में लिखा गया है, जो गंभीर ध्वनि और उसका राज कोलाहल करके. സ്വർഗത്തിൽ നിന്നും വരുന്ന വരവായതുകൊണ്ട് സ്വർഗീയമായ ആഘോഷമാണ് ഉണ്ടാകുന്നത്. स्वर्ग से वो नीचे आता है, इसलिए स्वर्गीय उत्सव उधर मनाया जाता है. സ്വർഗത്തിൽ ആരൊക്കെയാണുള്ളത്? स्वर्ग में कौन कौन है? ശക്തിമാന്മാരായ ബലവാന്മാരായ ദൂത സമൂഹങ്ങളുണ്ട്. प्रभावशाली दूत वहां पर है. അവർ കോടാനുകോടികളാണ്. वो करोड़ों करोड़ों गिनती में है. ആഘോഷിക്കുന്ന ആരാധന ദൂതന്മാരുണ്ട്. आराधना मनाने वाला दूत लोग वहां पर है. സൈന്യത്തിന്റെ അധിപന്മാരായി നിയന്ത്രിക്കുന്ന നിയന്ത്രകന്മാരായ ദൂതന്മാരുണ്ട്. सेनाओं का अधिपति करके सारे बातों का नियंत्रण करने वाला वहां पर दूत लोग है. ദൂത സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്. वहां पर जो सेवक करके कई दूत लोग है. അത് മാത്രമല്ല, കാഹളനാദത്തോടു കൂടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സകല വിശുദ്ധന്മാരുമുണ്ട്.
उसके साथ ही साथ तुरही की आवाज के साथ उड़ा लिया हुआ पवित्र लोग भी वहां पर है। ആ വിശുദ്ധന്മാർ വെറും മനുഷ്യരല്ല, ഇപ്പോൾ ദൂത തുല്യരായി തീർന്നിരിക്കുകയാണ്. वो पवित्र लोग अभी केवल मनुष्य नहीं है, वो स्वर्ग दूत के समान है। അങ്ങനെ എല്ലാവരുടെ ചേരുന്ന സമൂഹം എന്ന് പറയുന്നത് വളരെ വലിയ സമൂഹമാണ്. ऐसा ही ये सब मिलकर एक बहुत बड़ा समाज है। വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 11-ാം വാക്യം ഇപ്പോൾ വായിക്കാം. प्रकाशित वाक्य उसका 5वें अध्याय की 11 कलाम हम अभी पढ़कर सुनेंगे। 1000 എന്നും 10,000 എന്നും ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1000 और 10,000 करके उधर वहां पर लिखा गया है। പല ഭാഷ ബൈബിളുകളിൽ അത് പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. कई भाषाओं में विविध प्रकार से उसको बोला हुआ है। लाखों करोड़ों എന്ന് ഹിന്ദി ബൈബിൾ വായിക്കാൻ കഴിയുന്നു. लाखों करोड़ों करके हिंदी बाइबल में हम पढ़ता है। അത്ര വലിയ സ്വർഗീയ ദൂത സമൂഹങ്ങളാണ് സ്വർഗ്ഗസിംഹാസന ചുറ്റും നിൽക്കുന്നത്. इतना बड़ा सेनाओं का एक समाज है, वहां पर स्वर्गीय सिंहासन के चारों ओर खड़ा है। സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട വിശുദ്ധന്മാരും ദൂതതുല്യരായി തീർന്നു. स्वर्ग में उठा लिया हुआ पवित्र लोग भी स्वर्गीय दूतों के समान वहां पर है। അവരുടെ മുമ്പിൽ തേജസ്കരണം പ്രാപിച്ച മഹാരാജാവായ ക്രിസ്തു രാജാതിരാജാവായി നിൽക്കുകയാണ്. उसके सामने तेजोमय परमेश्वर महाराजा करके देव उसके महिमा के साथ खड़ा है। ആ സമയത്ത് സകല വിശുദ്ധന്മാരും ദൂതസംഘങ്ങളും ഒരുമിച്ച് അണിചേർന്നുകൊണ്ട് വലിയ ആഘോഷ ഗാനമാണ്. वहां पर उस समय सारे दूत लोग मिलकर बहुत धूमधाम से परमेश्वर की आमद की महिमा कर रहा है। മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ തന്നെ സ്വർഗത്തിൽ വാദ്യാഘോഷങ്ങളുണ്ട്. मनुष्य सृष्टि के पहले से भी स्वर्ग में इस सारे म्यूजिक और इंस्ट्रूमेंट्स है। ഇവിടെ ഇതാ സന്തോഷത്തിന് ആധിക്യത്താൽ അവർ പാടുകയാണ്. यहाँ पर जो उनका खुशी के बहुतायत से वो लोग गीत गा रहा है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒറ്റ പ്രൈസും വേണമാണ്. हालेलुया का मतलब है परम प्रधान परमेश्वर की नाम की महिमा कर रहा है। ആ ആഘോഷ പദത്തിന് തത്തുല്യമായി വേറൊരു വാക്കില്ല. वो इसके समानता में कोई भी एक दूसरा शब्द बाइबल में है ही नहीं। പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവത്തിന് इस दुनिया का सृष्टिकर्ता परमेश्वर को തന്റെ സൃഷ്ടിയായ അചേതനവും സചേതനുമായ സകല സൃഷ്ടികളും കൊടുക്കുന്ന ഒരു പ്രൈസും വേണമാണ്. ഹല്ലേലൂയ. उनका जो हाथ से रजा हुआ जो मनुष्य परमेश्वर को अपना सृष्टिकर्ता को देने वाला उसकी नाम की महिमा है। हल्लेलुया। ഹല്ലേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം എന്നാണ്. हल्लेलुया का मतलब है परमेश्वर की नाम की महिमा, परमेश्वर की नाम की महिमा। ഹല്ലേലൂയാഹ് എന്ന് പറഞ്ഞാൽ യാഹിനെ മഹത്വപ്പെടുത്തുക എന്നാണ്. हल्लेलुया इसका मतलब यह है याह की महिमा करता है। അങ്ങനെ സ്വർഗത്തിൽ ആ ശക്തന്മാരായ ദൂത സമൂഹങ്ങളും സഭയും ചേർന്ന് ഹല്ലേലൂയ പാടുകയാണ്. ऐसा ही स्वर्ग में वहां का जो प्रभावशाली स्वर्ग दूत और परमेश्वर का पवित्र लोग एक साथ मिलकर परमेश्वर की नाम की महिमा करते हुए हल्लेलुया गीत गा रहा है। നമ്മൾ ഉപയോഗിക്കുന്ന ഈ മലയാളം ബൈബിളിൽ ധാരാളം ഹല്ലേലൂയ പദപ്രയോഗം കാണുന്നില്ല. हम जो वापरता है मलयालम बाइबल में हल्लेलुया का जास्ती उपयोग नहीं है। ഹിന്ദിയിലുമില്ല, ഇംഗ്ലീഷ് ബൈബിളിലുമില്ല. हिंदी और इंग्लिश बाइबल में भी ज्यादा नहीं है। പല ബൈബിളുകളിൽ പൊതുവായി നോക്കുമ്പോൾ 24 പ്രാവശ്യം ഹല്ലേലൂയ എന്നുള്ള പദപ്രയോഗം കാണാം. कई बाइबल में अगर देखेगा तो 24 बार इसके बारे में लिखा गया करके हम दिखता है। ഗ്രീക്ക് ഭാഷ ബൈബിളിൽ നോക്കിയാൽ അവിടെ 4 പ്രാവശ്യമേ ഹല്ലേലൂയ കാണുന്നുള്ളൂ. ग्रीक बाइबल में अगर देखेगा तो उसमें सिर्फ 4 बार ही हल्लेलुया करके लिखा है। നമ്മുടെ മലയാളം ബൈബിളിലും ഹിന്ദി ബൈബിളിലും അപ്രകാരം തന്നെ 4 പ്രാവശ്യം ഹല്ലേലൂയ കാണുന്നുണ്ട്. हिंदी और मलयालम बाइबल में भी ऐसा ही 4 बार ही लिखता है। ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, പ്രപഞ്ചം മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുന്ന ഗാനമഞ്ജരിയാണ് സ്വർഗത്തിൽ കേൾക്കുന്നത്. इस सारे दुनिया को तरतराने वाला नहीं तो हिलाने वाला परमेश्वर के जो स्तुति का गीत उसका गान मंजरी है हल्लेलुया। അതിന്റെ അർത്ഥം എല്ലാറ്റിനെയും
സൃഷ്ടികർത്താവായ ഉടയവന് ഹല്ലേലൂയ പാടുകയാണ്. इसका मतलब यह है सबका सृष्टिकर्ता और सबका मालिक को उसको हल्लेलुया गीत गाता है. ഈ യുഗത്തിന്റെ ഒടുവിൽ इस युग के अंत में ഭൂമിയിൽ രാജാതി രാജാവായി വാഴുവാൻ വരുന്ന യേശുവിന്റെ ഓർത്തുള്ള സ്തുതിഗീതമാണത്. हालेलुया. इस धरती पर महाराजा करके शासन करने के लिए प्रभु यीशु मसीह आता है, उसको याद करते हुए उसकी महिमा करता है हल्लेलुया करके. അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. वहां पर ऐसा लिखा है. സമയലാഭത്തിന് വേണ്ടി വെളിപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം ഹിന്ദിയിലൂടെ വായിച്ചു കേൾപ്പിക്കുക. समय के लाभ के लिए प्रकाशित वाक्य 19 अध्याय का 6वीं कलाम पढ़कर सुनाने जा रहा है. फिर मैंने बड़ी भीड़ का सा और बहुत जल का सा शब्द और गर्जन का सा बड़ा शब्द सुना, हल्लेलुया, क्योंकि प्रभु हमारा परमेश्वर सर्वशक्तिमान राज्य करता है. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. അതാണ് അതിന്റെ ആഘോഷം. हमारा परमेश्वर प्रभु यीशु मसीह राजा करके हालेलुया सिंहासन हो गया. നടന്നു കഴിഞ്ഞതല്ല, वो होने वाला अभी हुआ नहीं है. അതിനാൽ വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യം പ്രവചനാത്മാവിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. वो जल्दी से जल्दी होने वाला बातों के बारे में हालेलुया भविष्यद्वक्ता यहाँ पर लिखा गया है. അങ്ങനെ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഗാനത്തോടൊപ്പം സകല സദസ്സുമായി വരികയാണ്. स्वर्ग को खुलकर परमेश्वर अपना राज समेत पूरा परिवार समेत यहाँ पर आ रहा है. എന്നാൽ ഹല്ലേലൂയ എന്ന പദത്തെ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. लेकिन हल्लेलुया का पद को और थोड़ा विस्तार में कहने के लिए चाहते हैं. ഈ ഒരു ഇനോഗ്രേഷൻ സർവീസിന്റെ വിശദീകരണം പറയാൻ നമ്മുടെ നാവുകൾക്ക് കഴിയില്ല. इस हालेलुया उत्सव के बारे में बयान करने के लिए हमारा जीव से नहीं हो सकता है. ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടു, कुछ लोगों ने ऐसा कहा हुआ सुना है, ബൈബിൾ ഹല്ലേലൂയ ഇല്ല. बाइबल में हल्लेलुया करके लिखा नहीं है. അതിന് കാരണം പല ട്രാൻസ്ലേഷൻ ബൈബിളുകളിലും ഹല്ലേലൂയ പദപ്രയോഗമില്ല. उसका कारण ये कई ट्रांसलेशन के किताबों में ये हल्लेलुया लिखा नहीं है. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഹല്ലേലൂയ ഉണ്ട്. हम जो नॉर्मली वापरता है इस हिंदी मलयालम इंग्लिश बाइबल में इस हल्लेलुया लिखा है. 4 പ്രാവശ്യം പറയുന്നുണ്ട്. 4 बार तो लिखा है, എന്നാൽ 4 പ്രാവശ്യമല്ല 40 പ്രാവശ്യവുമല്ല. लेकिन 4 नहीं 40 बार भी नहीं, उससे भी बढ़कर है. പല വേർഷൻ ബൈബിളില് ഹല്ലേലൂയ വാക്കിന്റെ അതേ സ്ഥാനത്ത് कई बाइबल में इस हल्लेलुया के बदले ഹല്ലേലൂയ പദം പറയുന്ന ഭാഗത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. हल्लेलुया शब्द लिखा गया वहां पर दूसरा परिभाषा में ऐसा लिखा है. ഇംഗ്ലീഷിൽ വ്യത്യസ്ത വേർഷൻസ് ഉണ്ട്. इस बाइबल का कई परिभाषाएं है. ഹല്ലേലൂയ എന്ന് പറയുന്ന ഭാഗത്ത് हल्लेलुया करके जो कहा है उस जगह पर അവിടെ പ്രൈസ് ഗോഡ്, പ്രൈസ് അവർ ഗോഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. परमेश्वर की नाम की महिमा करके कई अनुवाद में ऐसा बोला गया है. എന്നാൽ ഇതാ എബ്രായ ബൈബിൾ ആണ് ഒറിജിനൽ ബൈബിൾ. लेकिन हिब्रू भाषा में जो लिखा हुआ है वही वचन है ओरिजिनल बाइबल. അത് യഹൂദന്മാരുടെ ബൈബിളിൽ മലാക്കി വരെയുള്ള പുസ്തകമേ ഉള്ളൂ. यहूदी लोगों का जो परमेश्वर का वचन में मलाकी तक का पुस्तक है. അതിൽ സങ്കീർത്തന പുസ്തകങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ വാക്കിന്റെ അഭിഷേകമാണ്. वहां पर जो भजन संहिता का जो किताब में पूरा हल्लेलुया का शब्द लगातार वापरा है. ഇതാ നോക്കൂ, ഈ ബൈബിളിന്റെ 150 സങ്കീർത്തനം, 147 സങ്കീർത്തനം, 145 സങ്കീർത്തനം, ഇതിലൊക്കെ നോക്കിയാൽ 10-12 പ്രാവശ്യം വരെ ഓരോ സങ്കീർത്തനത്തിലും ഹല്ലേലൂയ കാണാം. यहाँ पर भजन संहिता 150 में, 147 में, 145 में और कई भजन संहिताओं में हम देखेगा तो कई बार हल्लेलुया का शब्द लगाया हुआ है. നമുക്ക് എല്ലാവർക്കും ഹീബ്രു ബൈബിൾ വായിക്കാൻ അറിയില്ല. हम सबको तो हिब्रू भाषा की बाइबल तो पढ़ नहीं सकता है, എന്നാൽ നിങ്ങൾക്ക് അതിന്റെ വാക്കുകൾ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നത് കാണാം. लेकिन उसका शब्द हम देखेगा तो एक सरीका
हमें दिखाई पड़ता है। ആ ബൈബിൾ നിങ്ങളുടെ മുമ്പിൽ ഇതാ കാണിക്കുകയാണ്. उस बाइबल आपको सामने दिखा देता है। ഹല്ലേലൂയ 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 എന്നാണ് തുടങ്ങുന്നത്. हल्लेलुया 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 करके वहां पर कई बार लिखा है। ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എവിടെയും ഹല്ലേലൂയ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. परमेश्वर की नाम की महिमा देने के समय में हल्लेलुया करके ही वापरा है। അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ നിന്ന് 24 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറയുന്നതും തെറ്റാണ്. ऐसा है तो बाइबल में परमेश्वर का वचन में सिर्फ 24 बार हल्लेलुया लिखा है करके बोलेगा तो भी गलत है। അതേ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ മത്തായി മുതൽ യൂദയരുടെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. लेकिन इस हल्लेलुया का शब्द मत्ताई से लेकर इस नया भाषा में नहीं दिखता है। കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയ്ക്കായിട്ടുള്ള വരവെങ്കിൽ प्रभु यीशु मसीह का राजकीय शासन के लिए जो आमद है उस समय ആ മഹത്വമായ ആ ആരാധനയുടെ ശബ്ദത്തിൽ മുന്നിൽ നിൽക്കുന്ന വാക്ക് ഹല്ലേലൂയ എന്നാണ്. उस महिमामय बातों का जो पहला सा शब्द सुनाई देता है हल्लेलुया। അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഗാനവും മുഴക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൂതസംഘങ്ങളും വിശുദ്ധന്മാരും ചേർന്ന് വരികയാണ്. स्वर्ग से जब प्रभु यीशु मसीह उतर आने का समय में दूत लोग और उसके साथ जो पवित्र लोग हैं हल्लेलुया का गीत गाकर हालेलुया उत्सव मनाने वाला लोगों के समान आ रहा है। ഹല്ലേലൂയ ഗാനത്തിന്റെ മാറ്റൊലികൾ ഈ ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുകയാണ്. हल्लेलुया का शब्द इस दुनिया को तरतराता है। ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നിവൃത്തിയാകുവാനുള്ള സമയമാണത്. परमेश्वर की इच्छा इस धरती पर पूरा होने का समय है। പിതാവേ നിന്റെ രാജ്യം വരേണമേ, पिता आपका राज्य आ जाए, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. आपकी इच्छा जैसा स्वर्ग में वो पृथ्वी पर भी पूरा हो जाए। അതിന്റെ സമയം ഇതായി കഴിഞ്ഞു. उसका समय आ पहुंचा है। പിതാവിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. पिता परमेश्वर का राज्य इस धरती पर स्थापना हो रहा है। അതാണ് ദൈവരാജ്യം. वही स्वर्ग राज्य है, അതാണ് സ്വർഗരാജ്യം. वही परमेश्वर का राज्य है, അതാണ് നമ്മുടെ രാജ്യം. वही हमारा राज्य है। അത് വെളിപ്പെടുവാനുള്ള രാജ്യമാണ്. वो प्रकट होने वाला राज्य है। അക്ഷരീയമായിട്ടുള്ള രാജ്യം തന്നെയാണ്. वो आश्चर्य रीति से राज्य ही रहेगा। ആത്മീയമായ ആലങ്കാരികമായിട്ട് രാജ്യമല്ല ഇത്. वो आत्मिक रीति से बोलने वाला राज्य नहीं है, आश्चर्य रीति से राज्य है। സ്വർഗീയ രാജ്യത്തിന് മഹത്വം നിറഞ്ഞു നിൽക്കുന്ന, स्वर्गीय राज्य की महिमा भरा हुआ, ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന, आत्मीयता से भरा हुआ, ആത്മീയവും അക്ഷരീയവുമായിട്ടുള്ള ഒരു രാജ്യമാണ് ദൈവരാജ്യം. आत्मिक और आश्चर्यता से भरा हुआ एक राज्य है परमेश्वर का राज्य, स्वर्ग राज्य। ആ രാജ്യ ഭൂമി സ്ഥാപിതമാകുവാൻ ഹല്ലേലൂയ ഗാനം മുഴക്കി സ്വർഗത്തിൽ വരികയാണ്. उस राज्य की स्थापना के लिए स्वर्ग से हल्लेलुया का गीत गाकर उत्सव मनाते हुए आ रहा है। ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. इतना बोलने से आप लोग इसका मतलब समझ लिया करके हम लोग सोचता है। ദൈവം ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर सबको आशीष करे। ഹല്ലേലൂയ. हालेलुया।